ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലെമ്മയാണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നുള്ളതിലെ ഒരു ലെമ്മയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദി ടൈപ്പ് ഓഫ് എ ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് ഇൻവാരിയൻറ്റ് അണ്ടർ എ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. In other words, the type of the equation is intrinsic property of the equation and it is independent of the particular coordinate system used. അതായത് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദി ടൈപ്പ് ഓഫ് എ ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്. നമ്മൾ ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർബോളിക്, പാരാബോളിക്, എലിപ്റ്റിക് എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഈസ് ഇൻവാരിയന്റ് അണ്ടർ ദി ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. നമ്മൾ കോർഡിനേറ്റ്സിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സീറ്റ ഈക്വൽ ടു സീറ്റ ഓഫ് എക്സ് വൈ, ഈറ്റ ഈക്വൽ ടു ഈറ്റ ഓഫ് എക്സ് വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻവാരിയന്റ് ആയിരിക്കും. അതൊരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഇതിനെ ഒന്നുകൂടെ മാറ്റി പറയുന്നത് ഒരു അനദർ വേർഡ്സിൽ ഇതിന് എക്സ്പ്ലെയിൻ ഈ ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദി ടൈപ്പ് ഓഫ് ദി ഇക്വേഷൻ ഈസ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് ദി ഇക്വേഷൻ. ഒരു ടൈപ്പ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഹൈപ്പർബോളിക് ആവുക, പരാബോളിക് ആവുക, എലിപ്റ്റിക് ആവുക എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, അതിന്റെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഇക്വേഷന്റെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. And it is independent of the particular coordinate system used. ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതിന് അനുസരിച്ചിട്ട് ഒരിക്കലും ഈ ഒരു ഇക്വേഷന്റെ ടൈപ്പ് ഒരിക്കലും മാറുന്നില്ല. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പ്രൂഫാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ് LU equal to AUXX plus 2B UXY plus CUYY plus DUX plus EUY plus FU equal to G എന്നുള്ള ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ലെറ്റ് zeta eta equal to zeta of xy, eta of xy be a non-singular transformation. non-singular transformation ആണ്. ഒരു non-singular transformation നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ജാക്കോബിയൻ നോൺ സീറോ ആവണം. അതായത് ജാക്കോബിയൻ ഇസ് ഈക്വൽ ടു zeta x zeta y, eta x eta y is equal to zeta x eta y minus zeta y eta x not equal to 0. Okay, where w of zeta eta equal to u of x of zeta eta comma y of zeta eta. അപ്പം നമ്മൾ ഇതിനെ zeta eta എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ zetaയിലും ഈറ്റയിലുള്ള ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോംഡ് ഇക്വേഷനെ നമ്മൾ w എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ u of xy എന്നുള്ളത് മാറിയിട്ട് എന്താവും, w of zeta eta എന്നുള്ള ഫോമിലായിട്ട് മാറും. അപ്പൊ w of zeta eta എന്നുള്ള പുതിയ ഇക്വേഷൻ, അതായത് നമ്മൾ ട്രാൻസ്ഫോംഡ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും w of zeta eta എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് w is a solution of a second order partial differential equation of the same type. അപ്പോൾ w എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും w എന്നുള്ളത്. അപ്പോൾ w എന്നുള്ളതും u എന്നുള്ളതും ഒരേ ടൈപ്പിലുള്ള ഇക്വേഷൻ ആയിരിക്കും. u എന്നുള്ളത് ഹൈപ്പർബോളിക് ആണെങ്കിൽ w ടൈപ്പ് ഹൈപ്പർബോളിക് ആയിരിക്കും. u എന്നുള്ളത് പാരാബോളിക് ആണെങ്കിൽ w പാരാബോളിക് ആയിരിക്കും. u എലിപ്റ്റിക് ആണെങ്കിൽ w എലിപ്റ്റിക് ആവും എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ w ഈക്വൽ ടു u ഓഫ് xy എന്നുള്ള u ഓഫ് x ഓഫ് zeta eta y ഓഫ് zeta eta എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ u ഈക്വൽ ടു w ഓഫ് zeta eta എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത് ഇക്വേഷൻ 1ൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് AUXX plus 2BUXY plus etc എന്നുള്ള ഈ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ux എന്താണ്, w ന്റെ ടേംസിൽ ux അറിയണം, uy അറിയണം, uxx അറിയണം, uxy അറിയണം, uyy അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ u ഈക്വൽ ടു w ഓഫ് zeta eta എന്നുള്ളതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ w zeta into zeta x plus w eta into eta x, uy equal to w zeta into zeta y plus w
ഈറ്റ ഇൻറ്റു ഈറ്റ വൈ. ഓക്കെ, ഇനി ഇതിനെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യു എക്സ് എക്സ്, ഇവിടെ എക്സ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, യു എക്സ് എക്സ് ആണ് വരുന്നത്. യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു, അത് എന്തോ കറക്ഷൻ വന്നതാണ്, അപ്പോൾ അത് ഇവിടെ യു എക്സ് എക്സ് ആണ് ഉള്ളത് കേട്ടോ. യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിനെ നമ്മൾ ഈ ഒരു ഫോമിൽ അറേഞ്ച് ചെയ്ത് എഴുതി. ഡബ്ല്യു ഓഫ് സീറ്റ 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 എക്സ് സ്ക്വയർ പ്ലസ് 2 ഡബ്ല്യു സീറ്റ ഈറ്റ സീറ്റ എക്സ് പ്ലസ് ഡബ്ല്യു ഈറ്റ ഈറ്റ എക്സ് സ്ക്വയർ ഡബ്ല്യു സീറ്റ എക്സ് എക്സ് പ്ലസ് ഡബ്ല്യു ഈറ്റ എക്സ് എക്സ്. ഇതേപോലെ യു എക്സ് വൈ കാണാം. അതിന് ഞാനത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. യു വൈ വൈ കാണുക. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും, യു എക്സ് എക്സ് എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ടേമിലായിട്ട് വരും. അതേപോലെ യുവിൻ്റെ ടേമിലുള്ള എല്ലാ ഡെറിവേറ്റീവ്സും ഡബ്ല്യുവിൻ്റെ ടേമിലേക്കായിട്ട് വരും. അപ്പോൾ ട്രാൻസ്ഫോംഡ് ഇക്വേഷനെ നമ്മൾ എൽ ഡബ്ല്യു എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുക, സ്മോൾ എൽ ഡബ്ല്യു എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ നമ്മൾ വാല്യൂസ് കൊടുത്തു, എ ഇൻറ്റു 2b ഇൻറ്റു സി ഇൻറ്റു ഡി ഇൻറ്റു ഇ ഇൻറ്റു എഫ് ഡബ്ല്യു ഈക്വൽ ടു ജി എന്നുള്ള ഫോമിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. ഇറ്റ്സ് ഈക്വൽ ടു, ഇനി ഇതിൽ ഡബ്ല്യു സീറ്റ എന്നുള്ള ടേമുകൾ നമ്മൾ ഒന്നിച്ചെഴുതി, സീറ്റ ഈറ്റ എന്നുള്ള ടേമുകൾ നമ്മൾ ഒന്നിച്ചെഴുതി, ഡബ്ല്യു ഈറ്റ എന്നുള്ള ടേമിനെ ഒന്നിച്ചെഴുതി. ബാക്കിയുള്ള ഈ ടേമുകൾ ഡബ്ല്യു സീറ്റ ഡബ്ല്യു ഈറ്റ എന്നുള്ളതിൻ്റെ ടേമുകൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്താൽ മതി. അപ്പം ഇതിനെ നമുക്ക് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ബൈ എ ഡബ്ല്യു സീറ്റ പ്ലസ് 2b ഡബ്ല്യു സീറ്റ ഈറ്റ പ്ലസ് സി ഡബ്ല്യു ഈറ്റ പ്ലസ് ഡി ഡബ്ല്യു സീറ്റ പ്ലസ് ഇ ഡബ്ല്യു ഈറ്റ പ്ലസ് എഫ് ഡബ്ല്യു ഈക്വൽ ടു ജി, where a of zeta eta equal to a zeta x square plus 2b zeta x zeta y plus c zeta y square, b zeta eta equal to a zeta x plus b zeta x eta y plus zeta y eta x plus c zeta y eta y, and c zeta eta equal to a eta x square plus 2b eta x eta y plus c eta y square. ഓക്കെ, അപ്പോൾ എ ബി സി എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ട്രാൻസ്ഫോംഡ് ഇക്വേഷനും നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷനും ഒരേ ടൈപ്പിലുള്ള ഇക്വേഷനാണ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോംഡ് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് വരുന്നത് ഡെൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം, ഇറ്റ്സ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സി. ബി സ്ക്വയർ മൈനസ് എ സി എന്നുള്ള ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ സിയും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് എ സി എന്നുള്ളതും സ്മോൾ ബി സ്ക്വയർ മൈനസ് എ സിയും ഒരേ സൈൻ ആണ് വരുന്നത് എന്നുള്ളതാണ്. രണ്ടിന്റെയും സൈന് സെയിം ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ എ ബി ബി സി എന്നുള്ള ഡിറ്റർമിനന്റ് ഈ ഒരു മെട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ സീറ്റ എക്സ് സീറ്റ വൈ ഈറ്റ എക്സ് ഈറ്റ വൈ എന്നുള്ളതുകൊണ്ടും ഇതിന്റെ ട്രാൻസ്പോസ് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സീറ്റ എക്സ് ഈറ്റ എക്സ് സീറ്റ വൈ എന്നുള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ടേമിനെ അതേപോലെ എഴുതി, സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എ സീറ്റ എക്സ് പ്ലസ് ബി സീറ്റ വൈ, എ ഈറ്റ എക്സ് പ്ലസ് ബി ഈറ്റ വൈ, b zeta x plus c zeta y, b eta x plus c zeta y. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഈ മാട്രിക്സ് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ a zeta x square plus b zeta x zeta y plus b zeta x zeta y plus c zeta y square, a zeta x ഈറ്റ എക്സ് പ്ലസ്, ഓക്കെ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിൽ ഇക്വേഷൻസ് കിട്ടി. ഈ ഫോമിൽ വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് എ ബി ബി സി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് സ്മോൾ സീറ്റ എക്സ് സീറ്റ വൈ ഈറ്റ എക്സ് ഈറ്റ വൈ, സീറ്റ എക്സ് ഈറ്റ എക്സ് സീറ്റ വൈ എന്നുള്ളതിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എ ബി ബി സി എന്നുള്ള മാട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എ മാട്രിക്സ് ക്യാപിറ്റൽ എ ബി
ബി സി എന്നുള്ള മാട്രിക്സ് കിട്ടി. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വരുന്നത് സീറ്റ എക്സ് ഈറ്റ വൈ മൈനസ് സീറ്റ വൈ ഈറ്റ എക്സ് എന്നുള്ളതാണ്. അതായത് ജാക്കോബിയൻ ആണ് വരുന്നത്. അതേപോലെ റൈറ്റ് സൈഡിലുള്ളതും സെയിം ജാക്കോബിയൻ തന്നെയാണ് വരിക. അപ്പൊ ഈ രണ്ട് ടേമും ജാക്കോബിയൻസ് ആണ് വരുന്നത്. ഇതും ജെ ആണ്, ഇതും ജെ ആണ്. അപ്പൊ ജെ സ്ക്വയർ നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ജെ സ്ക്വയർ ഇൻറ്റു എ സി മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ജെ ഇൻറ്റു എ സി മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ജെ ഈക്വൽ ടു എ സി മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടി. ജെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് വരുന്നത്, അതായത് സ്ക്വയർ ആണ് വരിക. ജെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ജാക്കോബിയന്റെ സ്ക്വയർ ആണ് വരിക, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു എ സി മൈനസ് ബി സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് മൈനസ് ഡെൽറ്റ എൽ എന്ന് എഴുതാൻ പറ്റും. എ സി മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ഓഫ് സ്മോൾ ഐ എൽ ഡബ്ല്യു. അപ്പം ക്യാപിറ്റൽ എല്ലിന്റെ ഡെൽറ്റ ഡിസ്ക്രിമിനന്റും സ്മോൾ എല്ലിന്റെ ഡിസ്ക്രിമിനന്റും സെയിം സൈൻ ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടി. Therefore, the type of the equation is invariant under the non-singular transformation. Okay, thank you.